അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹ്, ഉമറുൽ ഖത്താബ് റളിയല്ലാഹ്, അലിയുൻ യാ വലിയല്ലാഹ്. വെള്ളമുണ്ടും ജുബ്ബയും തലപ്പാവും കയ്യിൽ അറബനമുട്ടുമായി എത്തിയ ഈ 10 മിടുക്കന്മാരാണ് ആദ്യ ദിനം 4ാം വേദിയെ കീഴടക്കിയത്. 12 ഇഞ്ച് വ്യാസത്തിലുള്ള പ്ലാവിൻ തടിയിൽ ആട്ടിൻതോലും പിണഞ്ഞ് കയറുകിട്ടിയ അറബനമുട്ടിൽ ഒരേ താളത്തിൽ അവർ കൊട്ടി. സൂഫി പ്രകീർത്തനത്തിനൊപ്പം വിരലുകൾ കൊണ്ട് ഒരേ താളത്തിൽ ഒരേ ഊർജത്തോടെ കൊട്ടിത്തുടങ്ങിയപ്പോൾ അവിടമാകെ അറബനമുട്ടിൻ്റെ താളം മുഴങ്ങി. താളാത്മകമായ ബൈത്തുകൾക്കകമ്പടിയോടെ അവർ ആടിത്തുടങ്ങിയപ്പോൾ കണ്ണിമ വെട്ടാതെ കാണികൾ നിന്നു. ഈ ടീം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ ടീമിനെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഒരു കുടുംബാംഗമാണ്, പട്ടുറുമാലിലെ ഫാഹിസ് ഹംസ. ഫാഹിസ് ഹംസ മാത്രമല്ല, ഫാഹിസിൻ്റെ കൂടെ സാജിൽ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനും കൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഫാഹിസ്, എന്താണ് വിശേഷം? നല്ല വിശേഷം. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള ടീമാണ്. നമ്മൾ ഈ ടീം കുറച്ച് കാലം കൊണ്ട് പഠിപ്പിച്ച ടീമാണ്. അപ്പോൾ എത്ര ദിവസം കൊണ്ടാണ് ഈ ടീമിനെ ട്രെയിൻ ചെയ്യിച്ചത്? സാധാരണ എല്ലാവരും ജൂൺ ജൂലൈ മാസങ്ങളിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ തുടങ്ങലുണ്ട്. പക്ഷെ നമ്മൾ വളരെ വൈകിയാണ് തുടങ്ങിയത്. പക്ഷെ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് സബ് ജില്ലാ തലങ്ങളിലും ജില്ലാ തലങ്ങളിലും ഉയർന്ന ഗ്രേഡോടുകൂടി സംസ്ഥാന തലങ്ങളിലെത്തി ഡയറക്റ്റ് വിൻ ചെയ്ത് നമ്മൾ വന്നതാണ്. ഇപ്പോൾ ഇവിടെയും നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. എല്ലാവരുടെയും മനസ്സിലേക്ക് കൊല്ലം നല്ല രീതിയിൽ അവതരിപ്പിച്ച ഒരു ടീമായിട്ട് തന്നെ നമ്മുടെ ടീം ഇപ്പോഴും നിൽക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ടീമിന്റെ ലീഡ് സിംഗർ ആയിട്ടുള്ള അഹമ്മദ് നജാദ് ആണ്. അഹമ്മദ് നജാദ് ഒരു ഇൻസ്റ്റ ഇൻഫ്ലുവൻസർ ആണ്. അപ്പോൾ നമുക്ക് അവനോട് തന്നെ ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഈ സ്റ്റേറ്റിലുള്ള എക്സ്പീരിയൻസ്? ആദ്യമായിട്ടാണ് ഇങ്ങനെ അർബനൗട്ടിന് പങ്കെടുക്കണത്. സജിത് സാർ ആദ്യം വന്ന് പിന്നെ സെലക്ഷൻ വന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ടൈപ്പിങ് പറ്റണമല്ല. പക്ഷേ പാടി വന്നപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജില്ലയിലായിരുന്നു. ജില്ലയിൽ വെച്ചാൽ നല്ല സപ്പോർട്ട് ഉണ്ടായി. കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല ജില്ലയിൽ. അപ്പോൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ സന്തോഷമുണ്ട് അല്ലേ. ആദ്യമായിട്ടല്ലേ സ്റ്റേറ്റില്? ഇതിന് വേറെ ഏതെങ്കിലും ഐറ്റം ഉണ്ടോ? അറബിയാനുണ്ടായിരുന്നു രാവിലെ, അതിനെ ഗ്രേഡ്. മിടുക്കന്മാരാണ്. അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. ഏത് സ്കൂളിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്? സെന്റ് ജോസഫ് HS മതിലകം. എത്ര ദിവസം എടുത്തു ഇത് പഠിക്കാൻ? 2-3 മാസം എടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യും? എല്ലാ ദിവസവും സ്കൂളിൽ പ്രാക്ടീസ് ഉണ്ടാവാറുണ്ട്. ഇതെങ്ങനെയുണ്ട് ഈ സാധനമൊക്കെ കയ്യിൽ എടുത്ത്? ആദ്യം ഉപജില്ലക്ക് നല്ല പേടിയൊക്കെ ഉണ്ടായി. പിന്നെ ജില്ലയെത്തി. പിന്നെ അമ്മ അവിടെ നിന്ന് കിട്ടിയ പിന്നെ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയി. അപ്പോൾ പിന്നെ നമ്മ ഇവിടെ നിന്നപ്പോൾ നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് കളിക്കാൻ പറ്റി. വന്നതിൽ വല്ല സന്തോഷമുണ്ട്. കൈവേദന എടുക്കുമോ ഇതിൽ കൊട്ടുമ്പോൾ? നമുക്ക് കളിച്ച് തഴമ്പായല്ലോ. പിന്നെ നമ്മ പ്രാക്ടീസ് ചെയ്ത് എല്ലാം സെറ്റായി. തൃശ്ശൂരിൽ നിന്നും എത്തിയിട്ടുള്ള ഈ സംഘം A ഗ്രേഡോടുകൂടിയാണ് തിരുവനന്തപുരത്ത് നിന്നും മടങ്ങുന്നത്. ക്യാമറമാൻ പ്രകാശിനോടൊപ്പം ഹരിത ഹരിദാസ്, കൈരളി ന്യൂസ്.